ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഐക്യരാഷ്ട്രസഭയുടെ 80ാമത് ജനറൽ അസംബ്ലിയിൽ നടന്ന പൊതുചർച്ചയിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ തന്റെ പ്രസംഗം അവസാനിപ്പിച്ച രീതിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചയാവുന്നത്. മുസ്ലിം, ജൂത, ഹിന്ദു, ബുദ്ധ സംസ്കാരങ്ങളിലെ സമാധാനം പുലരട്ടെ എന്നർത്ഥം വരുന്ന പ്രധാന വാക്കുകൾ ചേർത്താണ് സുബിയാന്റോ തന്റെ പ്രസംഗം വ്യത്യസ്തമായ രീതിയിൽ അവസാനിപ്പിച്ചത്. A journey that we must complete. Thank you. Wassalamualaikum warahmatullahi wabarakatuh. Shalom. Om Santi, Santi, Santi Om. Namo Buddhaya. Thank you very much. May God bless us all. May peace be upon us. Thank you very much. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷാലോം. ഓം ശാന്തി ശാന്തി. നമോ ബുദ്ധായ. തുടർന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു: വളരെ നന്ദി. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമാധാനമുണ്ടാവട്ടെ. UN-ലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇസ്രയേലിനും പലസ്തീനും ഇടയിലെ സംഘർഷത്തിന് ഒരു പരിഹാരമുണ്ടാകണമെന്ന ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയത്. ദുർബലർക്ക് ദുരിതങ്ങളില്ലാത്തതും നീതിയോടെ ജീവിക്കാൻ സാധിക്കുന്നതുമായ ഒരു ലോകത്തിനു വേണ്ടിയുള്ള പ്രതീക്ഷയായിരുന്നു ആ വാക്കുകളിൽ നിറഞ്ഞത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബിയിലുള്ള ഈ അഭിവാദ്യത്തിന് നിങ്ങളിൽ സമാധാനവും അല്ലാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് അർത്ഥം. അഭിവാദ്യത്തിനുള്ള മര്യാദയും ബഹുമാനവും കലർന്ന മറുപടിയാണിത്. ഷാലോം. സമാധാനം എന്നർത്ഥം വരുന്ന ഹീബ്രു വാക്കാണ് ഷാലോം. ഇത് ഹലോ, ഗുഡ് ബൈ എന്നിവ പറയാനും ഉപയോഗിക്കാറുണ്ട്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹിന്ദുമതത്തിൽ ഈ വാചകത്തിന് ശാന്തി, സമാധാനം എന്നാണ് അർത്ഥം. ഓം എന്നത് പവിത്രമായ ശബ്ദമാണ്. അത് പ്രപഞ്ച ഊർജത്തെ പ്രതിനിധീകരിക്കുന്നു. ശാന്തി എന്നാൽ സമാധാനം. ശാന്തി 3 തവണ ആവർത്തിക്കുന്നത് ഭൂതകാലത്തിലും വർത്തമാനത്തിലും ഭാവിയിലും സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. നമോ ബുദ്ധായ. ബുദ്ധന് പ്രണാമം, അല്ലെങ്കിൽ ഞാൻ ബുദ്ധനിൽ അഭയം തേടുന്നു എന്നർത്ഥം വരുന്ന ഒരു പാലി വാക്യമാണിത്. ഇത് ബുദ്ധനോടും അദ്ദേഹത്തിൻ്റെ ബോധോദയത്തോടും ഉപദേശങ്ങളോടുമുള്ള ആദരം പ്രകടിപ്പിക്കുന്നു. കൂടാതെ ബുദ്ധമതക്കാർ ബഹുമാനം, നന്ദി എന്നിവ പ്രകടിപ്പിക്കുന്നതിനും ബുദ്ധന്റെ മാർഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. തന്റെ പ്രസംഗത്തിനിടെ 73-കാരനായ സുബിയാന്റോ ഗാസയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചും പരാമർശിച്ചു. സമാധാനം, പുരോഗതി എന്നിവയുടെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്നും നമ്മുടെ കൺമുൻപിൽ ഗാസയിൽ ഒരു വലിയ ദുരന്തം നടക്കുകയാണ്. ഈ നിമിഷവും നിരപരാധികൾ സഹായത്തിനായി കരയുന്നു, കേണപേക്ഷിക്കുന്നു. ആ നിരപരാധികളെ ആര് രക്ഷിക്കും? പ്രായമായവരെയും സ്ത്രീകളെയും ആര് രക്ഷിക്കും? നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ നിമിഷവും അപകടത്തിലാണ്. അവർക്ക് മാനസികവും ശാരീരികവുമായ ആക്രമണം നേരിടേണ്ടി വരുന്നു. പട്ടിണി മൂലം അവർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ലോക നേതാക്കൾ വിവേകവും സംയമനവും വിനയവും കാണിക്കുമെന്നും വെറുപ്പിനെയും സംശയങ്ങളെയും അതിജീവിക്കുന്ന രാഷ്ട്രതന്ത്രജ്ഞത പ്രകടിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് പലസ്തീനിൽ ദ്വിരാഷ്ട്ര പരിഹാരം വേണമെന്ന നിലപാടിനുള്ള ഇന്തോനേഷ്യയുടെ പൂർണ്ണ പിന്തുണയും അദ്ദേഹം ആവർത്തിച്ചു. നമുക്ക് ഒരു സ്വതന്ത്ര പലസ്തീൻ ആവശ്യമാണ്, എന്നാൽ ഇസ്രയേലിന്റെ സുരക്ഷ അംഗീകരിക്കുകയും ഉറപ്പാക്കുകയും വേണം. അപ്പോൾ മാത്രമേ ലോകത്ത് യഥാർത്ഥ സമാധാനമുണ്ടാവൂ. വെറുപ്പില്ലാത്ത സമാധാനം, സംശയം ഏതുമില്ലാത്ത സമാധാനം. അതിനായി കൂടുതൽ പേരെ UN സമാധാന സേനയിലേക്ക് അയക്കാൻ ഇന്തോനേഷ്യ തയ്യാറാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. വാക്കുകൾ കൊണ്ടുള്ള പിന്തുണയല്ല, പ്രവൃത്തി കൊണ്ടുള്ള പിന്തുണ പ്രബോവോ സുബിയാന്റോ പറഞ്ഞു നിർത്തി.